പുന്നമടയ്ക്ക് പകരം സീപ്ലെയിൻ പുറക്കാടിറക്കാം. സീപ്ലെയിൻ പുന്നമടക്കായലിൽ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി മറ്റു ചില നിർദ്ദേശങ്ങളും സർക്കാർ നിയോഗിച്ച ശാസ്ത്ര സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനം പദ്ധതി കായലിൽ നിന്ന് മാറ്റി മറ്റു ചില ഇടങ്ങൾ കൂടി പരിഗണിക്കാം എന്നതാണ്. അത്തരത്തിൽ അനുയോജ്യമായ ഒരു ഇടമാണ് പുറക്കാട് പഞ്ചായത്തിലെ 600 ഏക്കർ വരുന്ന ഗാന്ധിവനം എന്ന സ്മൃതിവനം. പദ്ധതി ലഭിച്ചാൽ സന്തോഷത്തോടെ ഏറ്റെടുക്കും എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനൻ ന്യൂസ് 18 പറഞ്ഞു. ന്യൂസ് 18 ഫോളോ അപ്പ്. പുറക്കാട് പഞ്ചായത്തിൽ ദേശീയപാതയോട് ചേർന്നുള്ള 642 ഏക്കർ പാടശേഖരമാണ് ഗാന്ധി സ്മൃതിവനം എന്നറിയപ്പെടുന്ന പഴയ മണക്കൽ പാടശേഖരം. ഒരു കാലത്ത് പുറക്കാടിന്റെ പ്രധാന നെല്ലറയായിരുന്ന ഈ പാടശേഖരം കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ വനമില്ലാത്ത ജില്ലകളിൽ വനവൽക്കരണം നടത്തുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ഇടത് പ്രതിഷേധത്തെ തുടർന്ന് മരങ്ങൾ വെച്ചുപിടിപ്പിക്കലടക്കമുള്ള തുടർ പരിപാടികൾ അന്ന് നടത്താനായില്ല. കാടുപിടിച്ച് പോളകൾ നിറഞ്ഞ ഈ പ്രദേശം പാമ്പുകളുടെ പ്രധാന താവളമാണിപ്പോൾ. 2007 VS മുഖ്യമന്ത്രിയായിരിക്കെ IT പാർക്കിനായി 200 ഏക്കർ ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. 8 ഏക്കർ ചിറകെട്ടി ഉയർത്തിയതോടെ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് ഇടപെട്ട് പരിസ്ഥിതി ലോല പ്രദേശമെന്ന് പറഞ്ഞു തടഞ്ഞു. ഇതോടെ വർഷങ്ങളായി ഈ പ്രദേശം ഇങ്ങനെയാണ്. ദേശീയപാത, കടൽ, ദേശീയ ജലപാത എല്ലാം 200 മീറ്റർ അകലത്തിൽ സ്മൃതിവനത്തിന് ചുറ്റുമുണ്ട്. വിനോദസഞ്ചാരത്തിന് ഏറ്റവും മനോഹരമായ ഭൂപ്രകൃതി. സ്മൃതിവനത്തിലെ ജലാശയങ്ങൾ ആഴം കൂട്ടൽ പ്രക്രിയ നടപ്പിലാക്കി വാട്ടർ ഡോമും ടെർമിനലും സ്ഥാപിച്ചാൽ മറ്റാർക്കും ദോഷകരമല്ലാത്ത വിധത്തിൽ പദ്ധതി നടപ്പിലാക്കാനാകുമെന്ന് പഠനം നടത്തിയ ഡോക്ടർ KG പത്മകുമാർ പറയുന്നു. സീപ്ലെയിൻ പ്രൊജക്ടിനെ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനൻ ന്യൂസ് 18 പറഞ്ഞു. ഏത് പദ്ധതി വന്നാലും ഞങ്ങൾ അതിന് 2 കൈയും നീട്ടി സ്വീകരിക്കും. അതിനാവശ്യമായ എല്ലാ പിന്തുണയും കൊടുക്കും. സീപ്ലെയിനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കാര്യങ്ങളോ ഒക്കെ തന്നെ ഇതൊക്കെ തന്നെ വികസനത്തിന്റെ ഭാഗമാണല്ലോ. സ്മൃതിവനത്തിൽ ഉൾപ്പെടുന്ന പ്രദേശം ഏറ്റെടുത്താൽ തന്നെ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നത് അടക്കമുള്ള പ്രതിസന്ധികളിൽ നിന്ന് സർക്കാരിന് കരകയറാനാകും. പരിസ്ഥിതി ലോല പ്രദേശമാണെങ്കിലും സീപ്ലെയിന് പാരിസ്ഥിതിക പ്രശ്നമില്ല എന്നതും ഗുണകരമാകും. പുറക്കാട് പഞ്ചായത്താകട്ടെ ടൂറിസം പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കത്തെഴുതിയത്. ദേശീയപാത, ദേശീയ ജലപാത, കടൽ ഇത് ഇത്രയും ചേർന്ന ഒരു പ്രദേശം വേറെ എങ്ങുമില്ല. വളരെ വലിയ തരത്തിലേക്ക് ഞങ്ങൾ വലിയ വികസന പ്രവർത്തനങ്ങൾ അതിലൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിനും നാട്ടുകാർക്കൊക്കെ ഗുണമുണ്ടാവും. ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഇടമാണത്. പ്രതിഷേധിക്കുന്നവർക്ക് മുന്നിൽ മറുപടി നൽകാൻ സർക്കാരിന് തന്നെ കൃത്യമായ ഉത്തരങ്ങളുണ്ട്. ആ മറുപടിക്ക് തീർച്ചയായും ബലം നൽകുന്നതാണ് സീപ്ലെയിൻ പഠന റിപ്പോർട്ട്. പദ്ധതി വേണ്ട എന്ന് പറയുന്നവരെ മാത്രമല്ല സർക്കാർ പരിഗണിക്കേണ്ടത്, മറിച്ച് 2 കൈയും നീട്ടി പദ്ധതിക്കായി കാത്തിരിക്കുന്നവരെയും സർക്കാർ കൺതുറന്ന് കാണണം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ.